മുഖ്യമന്ത്രിയുടെ വാദം പക്ഷേ പൂർണ്ണമായി തള്ളുകയാണ് ലോയേഴ്സ് കോൺഗ്രസ്. ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടികയിൽ നിന്നാണ് നിയമനമെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി കെ റഹ്മാൻ വ്യക്തമാക്കി. വിവാദ നിയമനങ്ങൾ നിർദ്ദേശിച്ചത് സ്റ്റേറ്റ് അറ്റോർണി അനൂപ് വി നായർ ആണ്. ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടികയ്ക്ക് ശരിയായ പരിഗണന നൽകിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല. ഇവർ പരാതിപ്പെട്ടു എന്നും പറഞ്ഞു വ്യാപകമായ വാർത്ത വന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട രണ്ടുപേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്ത് രണ്ടുപേരെ ആക്കണമെന്ന് പറഞ്ഞു. അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പർമാരാണ്. രണ്ടുപേരും മെമ്പർമാരാണ്. രണ്ടുപേരും വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ലോയേഴ്സാണ്. ശ്യാം ദേവരാജ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത പട്ടികയിൽ നിന്നാണ് നിയമനമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ അത് ലോയേഴ്സ് കോൺഗ്രസ് തള്ളുകയാണോ? ഡോക്ടർ അരുൺ, ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടികയിൽ നിന്നാണ് നിയമനം എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ വാദം ലോയേഴ്സ് കോൺഗ്രസ് സമ്പൂർണ്ണമായും തള്ളുകയാണ്. ഹൈക്കോടതിയുടെ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ എല്ലാ നിലപാടുകളും ലോയേഴ്സ് കോൺഗ്രസ് തള്ളുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ഗുരുതരമായ ഒരു ആരോപണം കൂടി ലോയേഴ്സ് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യം പറയുന്നത്, ഈ നേരത്തെ തന്നെ വിവാദമായ ആദ്യ രണ്ട് പട്ടികകളിലും വിവാദമായ നിയമനങ്ങളെല്ലാം നിർദ്ദേശിച്ചത് സ്റ്റേറ്റ് അറ്റോർണിയായ അനൂപ് വി നായരാണ്. പട്ടികയിൽ ഇല്ലാത്ത പേരുകൾ നിർദ്ദേശിച്ചിട്ട് പഴി ലോയേഴ്സ് കോൺഗ്രസിന് നൽകുകയാണ്. വഴിവിട്ട നിയമനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി നൽകുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല എന്ന കാര്യം കൂടി ലോയേഴ്സ് കോൺഗ്രസ് വിമർശനമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടികയ്ക്ക് ശരിയായ പരിഗണന നൽകിയില്ല. നിയമനം നേടിയ UDF അനുഭാവികൾ അല്ലാത്തവരുടെ പേര് കൂടി വെളിപ്പെടുത്തും എന്ന മുന്നറിയിപ്പ് കൂടി ലോയേഴ്സ് കോൺഗ്രസ് നൽകുന്നുണ്ട്. ഗവൺമെന്റ് പ്ലീഡർ നിയമനം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ താൻ നിരന്തരം ശ്രമിച്ചുവെന്നാണ് സംസ്ഥാന അധ്യക്ഷനായ അഡ്വക്കേറ്റ് പി കെ റഹ്മാൻ പറയുന്നത്. മാത്രമല്ല, കൂടിക്കാഴ്ചയ്ക്ക് നിരന്തരം അവസരം നിഷേധിച്ചു എന്ന കാര്യവും കൂടിയാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. ഇത് വാർത്താക്കുറിപ്പിലാണ് ഇത്തരം ഒരു കാര്യം പറയുകയും ചെയ്യുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾ ലോയേഴ്സ് കോൺഗ്രസ് തള്ളുന്നു. അതിനൊപ്പം ഈ വിവാദ നിയമനങ്ങളെല്ലാം നടത്തിയത് സ്റ്റേറ്റ് അറ്റോർണിയായി നിയമിതനായ അനൂപ് വി നായരാണെന്ന ഗൗരവതരമായ ഒരു ആക്ഷേപം കൂടി ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നു. താങ്ക് യു. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.